നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഉംറ വീസയുടെ കാലാവധി സൗദി അറേബ്യ 1 മാസമായി കുറച്ചു. വീസ ഇഷ്യൂ ചെയ്ത് 1 മാസത്തിനുള്ളിൽ തീർത്ഥാടകർ സൗദിയിൽ പ്രവേശിക്കണം. സൗദിയിൽ എത്തിയ ശേഷം 3 മാസം വരെ താമസിക്കാനുള്ള അനുമതിയുണ്ട്. ഉംറ വിസയുടെ കാലാവധി 3 മാസത്തിൽ നിന്നും 1 മാസമായി കുറച്ചതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് അൽ അറേബ്യ പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ഉംറ വിസ ഇഷ്യൂ ചെയ്ത ശേഷം 1 മാസത്തിനുള്ളിൽ വിദേശ തീർത്ഥാടകർ സൗദിയിൽ പ്രവേശിക്കണമെന്നാണ് നിർദ്ദേശം. ഇല്ലെങ്കിൽ വിസ ഇഷ്യൂ ചെയ്ത് 30 ദിവസം കഴിഞ്ഞാൽ വിസ ഓട്ടോമാറ്റിക്കായി റദ്ദാകും. ഇതുവരെ 3 മാസത്തെ കാലാവധി വിസക്കുണ്ടായിരുന്നു. എന്നാൽ സൗദിയിൽ എത്തിയ ശേഷം തീർത്ഥാടകർക്ക് 3 മാസം വരെ കഴിയാം എന്ന നിയമത്തിൽ മാറ്റമില്ല. പുതിയ നയം അടുത്തയാഴ്ച പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട്. ഉംറ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് വരുത്തുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഈ നടപടിയെന്ന് ഉംറ സന്ദർശനത്തിനായുള്ള ദേശീയ കമ്മിറ്റിയുടെ ഉപദേഷ്ടാവ് അഹമ്മദ് ബാജാഫർ പറഞ്ഞു. മക്കയിലെയും മദീനയിലെയും താപനില കുറയുന്നതിനനുസരിച്ചാണ് എണ്ണം വർദ്ധിപ്പിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ജൂൺ ആദ്യം പുതിയ ഉംറ സീസൺ ആരംഭിച്ച ശേഷം വിദേശ തീർത്ഥാടകർക്ക് 4 ദശലക്ഷത്തിലധികം ഉംറ വിസകൾ അനുവദിച്ചു. ഇത് മുൻ വർഷങ്ങളെക്കാൾ കൂടുതലാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ. അമേരിക്കയിലെ മിഷിഗണിൽ ഹാലോവിൻ ആഘോഷങ്ങൾക്കിടെ നടത്താനിരുന്ന ഭീകരാക്രമണ പദ്ധതി പരാജയപ്പെടുത്തിയതായി FBI മേധാവി കാഷ് പട്ടേൽ. ആക്രമണം പദ്ധതിയിട്ടവരെ അറസ്റ്റ് ചെയ്തതായി FBI കൂടുതൽ വിവരങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുമെന്നും കാഷ് പട്ടേൽ സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. കരീബിയൻ കടലിലും പസഫിക് സമുദ്രത്തിലും മയക്കുമരുന്ന് കടത്താരോപിച്ച് അമേരിക്ക. ബോട്ടുകൾ തകർക്കുന്നതിനെതിരെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അവസാനിപ്പിക്കണമെന്നും ടർക്ക് ആവശ്യപ്പെട്ടു. ബോട്ടുകളിലുള്ളവരെ നിയമവിരുദ്ധമായി വധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും വോൾക്കർ ടർക്ക്. ഈ വർഷം സെപ്റ്റംബർ മുതൽ അമേരിക്ക നടത്തിയ 15 ബോട്ട് ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. സൗദിയിൽ നടക്കുന്ന ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിവൽ പ്രമുഖ സിനിമാ താരം കല്യാണി പ്രിയദർശൻ ഉദ്ഘാടനം ചെയ്തു. ആഗോള രുചികളും പാചക ലോകത്തെ പുത്തൻ ട്രെൻഡുകളും പരിചയപ്പെടുത്തുന്ന ഫെസ്റ്റ് നവംബർ 11 വരെ നീണ്ടുനിൽക്കും. 14 ദിവസം നീണ്ടുനിൽക്കുന്ന ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിവലിനാണ് കഴിഞ്ഞ ദിവസം തുടക്കമായത്. റിയാദിലെ ലുലു മൊറബയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം കല്യാണി പ്രിയദർശൻ നിർവഹിച്ചു. തുടർന്ന് ഫുഡ് പവലിയനുകളും താരം സന്ദർശിച്ചു. ആഗോള രുചി വൈവിധ്യങ്ങളുടെ മാമാങ്കത്തിൽ പാചക ലോകത്തെ ട്രെൻഡുകൾ പരിചയപ്പെടാനും ലോകപ്രശസ്ത ഷെഫുമാരുടെ റെസിപ്പികളും ഡിഷുകളും അടുത്തറിയാനും അവസരം ലഭിക്കുന്നതാണ് മേള. സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഫെസ്റ്റിവൽ സജീവമായിരിക്കും. ഏറെ പുതുമകളും വൈവിധ്യവും നിറഞ്ഞ വേൾഡ് ഫുഡ് ഫെസ്റ്റാണ് ഇത്തവണത്തേതെന്ന് ലുലു സൗദി അറേബ്യ ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് അറിയിച്ചു. ഷോപ്പിംഗ് അനുഭവം സാംസ്കാരിക വൈവിധ്യത്തിൻ്റെയും രുചികളുടെയും കൂടി ആഘോഷമാക്കി മാറ്റാനുള്ള ലുലുവിൻ്റെ ഉറച്ച പ്രതിബദ്ധതയാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകപ്രശസ്തമായ ജാപ്പാനീസ് പരമ്പരാഗത പാചക രീതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള അനിമെ ഭക്ഷണ വിഭവങ്ങളായ സുഷി, റാമേൻ, മോച്ചി തുടങ്ങിയവയാണ് ഫെസ്റ്റിവലിൻ്റെ മുഖ്യ ആകർഷങ്ങളിലൊന്ന്. ചീസി പാസ്ത തയ്യാറാക്കൽ അടക്കമുള്ള ലൈവ് കിച്ചൺ ഷോകൾ, നൂഡിൽസ് കോൺടെസ്റ്റ്, സൗദിയിലെ പരമ്പരാഗത മധുര വിഭവമായ കലിയയെ ആസ്പദമാക്കിയുള്ള സ്വീറ്റ് ചലഞ്ച് അടക്കം സന്ദർശകർക്ക് കൗതുകം പകരുന്ന നിരവധി പരിപാടികളും ഫെസ്റ്റിവലിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി സാൻഡ്വിച്ച് മേക്കിംഗ് മത്സരം, കുട്ടികളും അമ്മമാരും ചേർന്ന് പങ്കെടുക്കുന്ന കേക്ക് ഐസിംഗ് ചലഞ്ച്, മിസ്റ്ററി ബോക്സ് ചലഞ്ച്, സമോസ ഫോൾഡിംഗ് മത്സരം, കുട്ടികൾക്കായുള്ള ഹെൽത്തി സലാഡ് മേക്കിംഗ് ചലഞ്ച്, ബിരിയാണി കുക്കിംഗ് എന്നിവയടക്കം നിരവധി രസകരമായ ഇൻട്രാക്റ്റീവ് മത്സരങ്ങളും ഫെസ്റ്റിവലിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രശസ്ത സൗദി ഇൻഫ്ലുവൻസർ ഷെഫുമാരുടെ തത്സമയ പാചക പ്രകടനങ്ങളും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവരുമായി സംവദിക്കാനും സന്ദർശകർക്ക് അവസരം ലഭിക്കും. വൈവിധ്യം നിറഞ്ഞ തീമുകൾക്ക് കീഴിലെ രുചികളുടെ പ്രദർശനമാണ് വേൾഡ് ഫുഡ് ഫെസ്റ്റിവലിലെ മറ്റൊരാകർഷണം. ടേസ്റ്റ് ഓഫ് സൗദി, വേൾഡ് ഫ്ലേവേഴ്സ്, പ്രീമിയം മീറ്റ്, ഗോർമേ സ്ലൈസസ്, സുഷി സ്റ്റോപ്പ്, ബ്രൂ മാജിക്, ബ്രൂ യുവർ മൊമെൻറ്റ്സ്, ചെഫ്സ് ടൂൾസ്, സ്മാർട്ട് അപ്ലയൻസസ്, ഓവൻ ഫ്രഷ് എന്നിങ്ങനെയുള്ള ഫുഡ് തീമുകൾ അതുല്യമായ രുചി അനുഭവങ്ങളാണ് സമ്മാനിക്കുക. ഇതിനു പുറമെ മാറുന്ന കാലത്തെ ആരോഗ്യ ഘടകങ്ങൾ മുൻനിർത്തിയുള്ള ഭക്ഷണ രീതികൾ അവതരിപ്പിച്ച് സൂപ്പർ ഫുഡ് തീമും ഒരുക്കിയതായും ലുലു മാനേജ്മെൻറ്റ് പ്രതിനിധികൾ അറിയിച്ചു. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്.
ഓസ്ട്രേലിയയിലെ ഇപ്സ്വിച്ച് യൂത്ത് ഫിലിം ഫെസ്റ്റിവലിൽ മലയാളി വിദ്യാർത്ഥിനിക്ക് നേട്ടം. ക്യൂൻസ്ലാൻഡിലെ ഇപ്സ്വിച്ച് ജൂനിയർ ഗ്രാമർ ഗേൾസ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീഭദ്ര നായർ സംവിധാനം ചെയ്ത ബിഫോർ യുവർ ഫ്യൂച്ചർ മികച്ച ഹ്രസ്വചിത്രത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കി. ഫ്യൂച്ചർ ഇൻ ഫോക്കസ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയായിരുന്നു എൻട്രികൾ ക്ഷണിച്ചത്. ഇപ്സ്വിച്ച് ഹോയ്റ്റ്സ് തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു. ശ്രീഭദ്ര നായർ, ജൊവാന, ഗ്രേസ്, ക്രിസ്റ്റഫർ എന്നിവരാണ് ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. നാം മറന്നുപോകുന്ന നമ്മുടെ മുൻ തലമുറയെക്കുറിച്ചുള്ള വിഷയമാണ് ചിത്രത്തിന്റെ മുഖ്യ പ്രമേയം. സൗദിയിലെ ജിദ്ദയിൽ ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഇന്ത്യൻ കോൺസുലേറ്റുമായി ചേർന്ന് വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു. ടാലന്റ് ലാബ് സീസൺ 3 എന്ന പേരിൽ സൗദിയിലെ ഇഫത്ത് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചാണ് പരിപാടി. നാളെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. സൗദിയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ഇന്റർനാഷണൽ സ്കൂളുകളിലെ തെരഞ്ഞെടുത്ത 250ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2008 മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അമേരിക്കയുടെ തേടി ഇന്ത്യ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് പരസ്പര നിയമസഹായ ഉടമ്പടി പ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടത്. ഏപ്രിലിൽ തഹാവൂർ റാണയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്ത ശേഷം NIA വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിവരങ്ങൾ തേടിയത്. കൂടുതലായി കിട്ടുന്ന വിവരങ്ങൾ കേസന്വേഷണത്തിന് സഹായകമാകുമെന്നും റാണയ്ക്കെതിരെയുള്ള കേസ് ശക്തമാക്കാൻ ഉപകരിക്കുമെന്നുമാണ് NIAയുടെ പ്രതീക്ഷ. പരസ്പര നിയമസഹായ ഉടമ്പടി പ്രകാരമുള്ള അഭ്യർത്ഥന US-ലെ ഇന്ത്യൻ എംബസി വഴിയാണ് അമേരിക്കൻ അധികൃതർക്ക് കൈമാറിയത്. 2008 നവംബർ 26-ന് മുംബൈയിൽ നടന്ന ആക്രമണത്തിൽ 166 പേർ കൊല്ലപ്പെടുകയും 238-ലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായിയായ റാണ ലഷ്കർ-ഇ തോയ്ബയുടെ ചാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ഗൂഢാലോചന നടത്തി ആക്രമണത്തിന് സഹായകരമായ സൗകര്യങ്ങൾ ഒരുക്കിയെന്നാണ് NIA കേസ്. 24 ഡൽഹി. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നതിൽ വിവാദം. സർക്കാർ പാവപ്പെട്ടവരെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനമല്ലെന്നും വിമർശനങ്ങൾക്ക് മന്ത്രി MB രാജേഷ് മറുപടി നൽകി. കേരളപ്പിറവി ദിനമായ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപനം നടത്തും. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തിൽ സർക്കാർ കള്ളം പറയുന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഇരുട്ടുകൊണ്ട് വോട്ട് അടയ്ക്കുകയാണ് സർക്കാർ. ഇതിനായി എന്തു മാനദണ്ഡമാണ് ഉപയോഗിച്ചതെന്നും ചോദ്യം. സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. 4.5 കൊല്ലം മുമ്പ് നൽകിയ വാഗ്ദാനം എന്തുകൊണ്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചെന്ന BJP. ഇലക്ഷന്റെ 4 മാസം മുമ്പ് പ്രഖ്യാപിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണോ ഇത്? ജനങ്ങളെ വഞ്ചിക്കല്ലേ? അതേസമയം ഭക്ഷണം, ആരോഗ്യം, വസ്ത്രം, സുരക്ഷിത വാസസ്ഥലം എന്നിവ ഇല്ലാത്തവരാണ് അതിദരിദ്രരെന്ന് MB രാജേഷ് വിശദീകരിച്ചു. വിമർശനങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമെന്നും മന്ത്രി. അപ്പോൾ കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന കാര്യത്തിൽ എന്തായാലും തർക്കത്തിന് അവർ മുതിരുന്നില്ല. ക്രെഡിറ്റിന്റെ കാര്യത്തിലാണ്. കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും. ശനിയാഴ്ച സഭ സമ്മേളിക്കുന്നതിന് തടസ്സമായ ചട്ടം സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാകും സഭാ സമ്മേളനം തുടങ്ങുക. വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും മുഖ്യ അതിഥികളാകും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. കൊല്ലം പാലത്തറ സ്വദേശിയായ 65-കാരനാണ് മരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് ഈ മാസം മാത്രം 12 പേർ മരിച്ചു. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ OBC സംവരണത്തിനെതിരെ ദേശീയ പിന്നാക്ക കമ്മീഷൻ. മതാടിസ്ഥാനത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിന് സംവരണം നൽകിയത് രാഷ്ട്രീയ നേട്ടത്തിനെന്നാണ് ആക്ഷേപം. ഏത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് സംവരണം എന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകിയില്ലെന്നും കമ്മീഷൻ അധ്യക്ഷൻ ഹൻസ്രാജ് അഹിർ പറഞ്ഞു. केरला में मुस्लिमों को और ईसाइयों को OBC का आरक्षण दिया जा रहा है. उनसे हमने जब मांगा कि आधार दीजिए, रिपोर्ट बताइए या कोई सुप्रीम कोर्ट का जजमेंट हो तो दिखिए, कोई उनके पास में बेस नहीं है. कोई सर्वे नहीं किया, कोई फाइल नहीं बनाई. 15 दिन बाद हमने उनको बुलाया था ये आयोग में. यहाँ आने के बाद उन्हें कोई डॉक्यूमेंट दिए नहीं. इस तरीके से केरला में भी जो घटनाएं बंगाल में हुई थी वही प्रकार केरला में हमने देखने पाया है. 24 ബിഗ് ബ്രേക്കിംഗ്. അർജന്റീനയുടെ കൊച്ചിയിലെ മത്സര നടത്തിപ്പിലെ ത്രികക്ഷി കരാർ കടലാസിൽ മാത്രം. കലൂർ സ്റ്റേഡിയം 65 ദിവസത്തേക്ക് സ്പോൺസർക്ക് തീരെഴുതി കൊടുക്കാനും
വരുമാനം മുഴുവൻ ഒറ്റയ്ക്കെടുക്കുന്നതിന് അനുവാദം നൽകുന്ന തരത്തിലുള്ള കരാർ കരടിന്റെ പകർപ്പ് 24 ലഭിച്ചു. GCDA സ്റ്റേഡിയം വിട്ടുകൊടുത്തത് മന്ത്രിയുടെ വാക്കിൻ പുറത്തെന്ന് തെളിയിക്കുന്ന രേഖകളും 24 പുറത്തുവിട്ടു. ഇന്നും ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ തയ്യാറായില്ല. ലിയോണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും പേരിൽ കായിക മന്ത്രിയും സ്പോൺസറും നടത്തിയത് വഴിവിട്ട നീക്കങ്ങൾ. സ്പോർട്സ് കേരള ഫൗണ്ടേഷനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും GCDAയും തമ്മിലുള്ള ത്രികക്ഷി കരാറിന്റെ കരട് 24 ലഭിച്ചു. GCDA സ്റ്റേഡിയം കൈമാറുന്നത് SKFനാണ്. എന്നാൽ SKFന് സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ എന്ത് അധികാരമോ അതെല്ലാം സ്പോൺസർക്കെന്ന തരത്തിലാണ് കരാർ. നവംബർ 30 വരെ 65 ദിവസത്തേക്കാണ് സ്റ്റേഡിയം സ്പോൺസർക്ക് തീരെഴുതി കൊടുക്കുക. സുരക്ഷാ ചെലവുകളടക്കം സർക്കാർ വഹിക്കുമെങ്കിലും ടിക്കറ്റിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയും ലഭിക്കുന്ന വരുമാനം മുഴുവൻ സ്പോൺസർക്കെടുക്കാമെന്നും സമ്മതിക്കുന്നു. എന്നാൽ അർജന്റീന ടീം വരില്ലെന്നറിയിച്ചതോടെ ഒപ്പിടും മുമ്പേ കരാർ പൊളിഞ്ഞെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കരാർ പോലുമില്ലാതെയാണ് GCDA സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടുകൊടുത്തതെന്ന് തെളിയിക്കുന്ന രേഖകളും 24 ലഭിച്ചു. കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ ഒറ്റവാക്കിലാണ് ചില്ലിക്കാശ് പോലും നേരിട്ട് കിട്ടാത്ത പരിപാടിക്കായി GCDA സ്റ്റേഡിയം വിട്ടുകൊടുത്തത്. ഇത് തെളിയിക്കുന്ന കായിക വകുപ്പിന്റെ തന്നെ രേഖകളും 24 ലഭിച്ചു. അതേസമയം ഇന്നും ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി കായിക മന്ത്രി. പരവുമായി ബന്ധപ്പെട്ട് പുതിയ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ കരാറില്ലാതെയാണ് കൊടുത്തതെന്നൊക്കെയാണ് രേഖ. കരാർ പോലുമില്ലാതെ സ്വകാര്യ വ്യക്തിക്ക് സർക്കാർ മുതൽ വിട്ടുകൊടുത്തതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനിരിക്കുകയാണ് പ്രതിപക്ഷം. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക് 24. PM ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറരുത് എന്ന് കേന്ദ്ര സർക്കാർ. കരാറിൽ ഉറച്ചു നിൽക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രതികരിച്ചു. പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ SSK ഫണ്ട് കേന്ദ്രം തടഞ്ഞെന്നാണ് സൂചന. ഫണ്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തി. PMC പദ്ധതിയിൽ ചേർന്നയുടൻ SSK ഫണ്ട് 320 കോടി രൂപ സംസ്ഥാനത്തിന് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ബുധനാഴ്ച പണം അനുവദിക്കുമെന്ന അറിയിപ്പും ലഭിച്ചിരുന്നു. പക്ഷേ പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഫണ്ട് അനുവദിക്കുന്നതിൽ നിന്ന് കേന്ദ്രം പിന്നോട്ട് പോയി. ഇതേ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹു IASുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തി. കേരളം വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കാനായിരുന്നു കേന്ദ്ര സെക്രട്ടറിയുടെ പുതിയ നിർദ്ദേശം. പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനം ചീഫ് സെക്രട്ടറി കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്രത്തെ അറിയിക്കാനുള്ള കരട് റിപ്പോർട്ട് തയ്യാറായി. അതിനിടെ കേരളം കരാറിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. I don't have that information. I came to know Kerala government in principle agreed to join PM3. We all are happy to know that Kerala government is joining PM3 school movement. I don't know about any dilemma of Kerala government. PMC കരാർ മരവിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനം കാപട്യമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. എഗ്രിമെന്റ് ഒപ്പുവെച്ചാൽ അത് കത്ത് കൊടുത്താൽ മതി. സാധാരണക്കാരന് മനസ്സിലാകുന്നതല്ലേ എഗ്രിമെന്റ് വെക്കുന്നത്. വെറുതെ കത്ത് കൊടുക്കുക അല്ലെ ചെന്നിട്ട് ഇനി എനിക്ക് പറ്റിയല്ല എന്ന് പറയുന്ന പോലെയല്ലേ. കത്തിന് കടലാസിന്റെ വിലയല്ലേ ഉള്ളൂ. കേരളത്തിൽ പദ്ധതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ABVP കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. 24 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപകൽ സമരം തീരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സമരപ്രതിജ്ഞാ റാലിയോടെ സമരം അവസാനിപ്പിക്കും. ജില്ലാതലത്തിലും താഴെത്തട്ടിലും സമരം വ്യാപിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഓണറേറിയം കൂട്ടിയത് സമരത്തെ തുടർന്നല്ലെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. ഫെബ്രുവരി 10-നാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം തുടങ്ങിയത്. ഒടുവിൽ 265 ദിവസങ്ങൾ പിന്നിടുമ്പോൾ രാപകൽ സമരം അവസാനിപ്പിക്കുന്നതായി ഔദ്യോഗിക പ്രഖ്യാപനം. 265 ദിവസമായി ഇവിടെ തുടർന്നു വരുന്ന ഈ സമരരൂപം ഞങ്ങൾ നാളെ അവസാനിപ്പിക്കുകയാണ്. ആശമാരുടെ ഓണറേറിയം 1000 രൂപ കൂട്ടിയത് വിജയമെന്നാണ് സമരസമിതിയുടെ വിലയിരുത്തൽ. സർക്കാർ പ്രഖ്യാപനത്തെ ആശമാർ അംഗീകരിച്ചതിൽ സന്തോഷമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഓണറേറിയം കൂട്ടിയത് സമരം കൊണ്ടല്ലെന്നും മന്ത്രി. എന്തായാലും അവർ സർക്കാരിനെ അഭിനന്ദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നല്ല കാര്യമാണ്. ഇപ്പം അവർ പറയുന്നു ഈ സമരം കൊണ്ടാണ് വർദ്ധിപ്പിച്ചത്. അവരങ്ങനെ വിചാരിച്ചോട്ടെ. ആ സമരത്തിനോടൊന്നും നമുക്ക് അനുഭവമില്ലാതില്ല. സമര രീതി മാത്രമാണ് മാറ്റുന്നതെന്നും ആശമാർക്കുള്ള പിന്തുണ തുടരുമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ, പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും. നാളെയാണ് സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരപ്രതിജ്ഞാ റാലി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ റാലി ഉദ്ഘാടനം ചെയ്യും. 24 തിരുവനന്തപുരം.
സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ നാളെ മുതൽ നടപ്പിലാകും. സർക്കാർ ജീവനക്കാരുടെ DA ഉൾപ്പെടെ പുതുക്കിയ ശമ്പളം നാളെ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് 4% ക്ഷാമബത്തെയാണ് കൂട്ടിയത്. വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ നവംബർ 20 മുതൽ വിതരണം ചെയ്യും. അവസാന ഗഡു കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ വീതം ലഭിക്കും. നല്ല വർധനയാണ്. ആ ക്ഷേമ പെൻഷൻ ഈ മാസം കൊടുത്തു തുടങ്ങും എന്ന് മാത്രമല്ല, ഒരു കുടിശ്ശിക കൊടുക്കാനുണ്ട് 1600 രൂപ. അത് രണ്ടും കൂടെ ചേർത്ത് 3600 രൂപ ഈ 62 ലക്ഷം കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് ഈ മാസം കൊടുക്കും. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ചേർന്ന് ഈ അഭിമാനകരമായ സന്ദർഭത്തിൽ ആ പോസിറ്റീവായ കാര്യം അംഗീകരിക്കാനും കൂടി പ്രതിപക്ഷ നേതാവ് തയ്യാറാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ഒരുമിച്ച് ചെയ്യാനുള്ളത് ചെയ്യാം. ഈ വർഷത്തെ കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ചരിത്രകാരൻ ഡോക്ടർ EMR രാഘവ് വാര്യർക്ക് കേരള ജ്യോതി പുരസ്കാരം. വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. കലാവിഭാഗത്തിൽ രാജശ്രീ വാര്യർക്കും കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് PB അനീഷിനും കേരളപ്രഭ പുരസ്കാരം ലഭിച്ചു. മാധ്യമപ്രവർത്തകൻ ശശികുമാർ, നാവികൻ അഭിലാഷ് ടോമി, കൊല്ലം TKM ട്രസ്റ്റ് ചെയർമാൻ ഷഹ്ൽ ഹസൻ മുസ്ലിയാർ, ജൻ റോബോട്ടിക്സ് സ്ഥാപകൻ MK വിമൽ ഗോവിന്ദ്, ജില്ലുമോൾ മാരിയറ്റ് എന്നിവർക്ക് കേരള ശ്രീ പുരസ്കാരവും പ്രഖ്യാപിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സണായി റസൂൽ പൂക്കുട്ടിയെ നിയമിച്ചു. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്നും നടൻ പ്രേംകുമാറിനെ മാറ്റി. കുക്കു പരമേശ്വരനാണ് പുതിയ വൈസ് ചെയർപേഴ്സൺ. നിലവിലെ ഭരണസമിതിയിൽ നിലനിർത്തിയത് 3 പേരെ മാത്രം. ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയതിൽ നടൻ പ്രേംകുമാറിന് അതൃപ്തി. മുൻകൂട്ടി അറിയിക്കാതെയാണ് പ്രേംകുമാറിനെ മാറ്റിയത്. ഇടുക്കി അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തബാധിതർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ദുരിതബാധിതരായ 30 കുടുംബങ്ങൾക്ക് ഭൂമിയും പുനരധിവാസത്തിന് സൗകര്യവുമൊരുക്കും. വാടക വീടുകൾ തയ്യാറാക്കുന്നത് വരെ അടിമാലിയിലെ MB കോളേജിൽ താമസ സൗകര്യമൊരുക്കും. അടിമാലിയിൽ നടന്നത് മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് കലക്ടർ പറഞ്ഞു. നിയമ നടപടികൾക്കല്ല, പുനരധിവാസത്തിനാണ് മുൻഗണന. ദുരന്തത്തിൽ പരിക്കേറ്റ സന്ധ്യയുടെ ചികിത്സയ്ക്ക് 3 ലക്ഷം രൂപ കൈമാറിയെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.